ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. എന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ദിവസേന നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ആ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കൂട്ടുകാരുടെ അറിവിലോട്ട് 2-3 കാര്യങ്ങൾ. നമ്മളെല്ലാവരും ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നല്ല രീതിയിൽ അതിൻ്റെ സാലറി ഒക്കെ വന്നു തുടങ്ങിയാൽ നമ്മളെല്ലാവരും നമ്മുടെ ഭാവിയൊക്കെ ഒന്ന് സെറ്റാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നിക്ഷേപം മാറ്റി വയ്ക്കാറുണ്ട്. ചില കൂട്ടുകാർ FD ആയിട്ട് കൊണ്ടുപോയിടും ബാങ്കിൽ, ചില കൂട്ടുകാർ കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങി വയ്ക്കും, ചില കൂട്ടുകാർ കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ വാങ്ങി വയ്ക്കും. ഇതെല്ലാം ഒരു ലോങ് ടൈമിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് എന്ന് പറയാം. അതിൻ്റെയൊക്കെ ഒരു പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈം എടുക്കും. പക്ഷേ ഇന്ന് പല മലയാളി കൂട്ടുകാരും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ട്രേഡിംഗ് ചെയ്തുകൊണ്ടാണ്. എന്താണ് ട്രേഡിംഗ്? അത് എങ്ങനെ ചെയ്യാം, എങ്ങനെ അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം? അപ്പോൾ അതിനാദ്യം നമുക്ക് ട്രേഡിംഗ് അറിയണം, എന്നിട്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രേഡിംഗ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി സ്ഥാപനങ്ങളൊക്കെ ഇന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് നല്ല ഫീസും കൊടുക്കണം. പക്ഷേ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡിംഗ് പഠിക്കാം. ട്രേഡിംഗ് പഠിച്ചതിന് ശേഷം നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പേയ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാം, അത് സെയിൽ ചെയ്യാം. അതോടൊപ്പം തന്നെ ടെസ്ല, ഗൂഗിൾ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇങ്ങനെ ഒട്ടനവധി കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി വയ്ക്കാം. നല്ല രീതിയിൽ അതിൻ്റെ പ്രോഫിറ്റ് ഉയർന്നു വരുന്ന സമയത്ത് നമുക്ക് അത് വിൽക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു $5 കൂപ്പൺ ആഡ് ആകും. ഇതുപയോഗിച്ചിട്ട് നമുക്ക് റിയലായിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിനു മുന്നേ നിങ്ങൾക്ക് ഇതിലുള്ള ഡെമോ അക്കൗണ്ടിൽ ട്രേഡിംഗ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾക്കും $5 കൂപ്പൺ കോഡ് കിട്ടും. അതെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ട്രേഡ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ കഴിയും. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ട്രേഡിംഗ് അറിയാതെ ഒരിക്കലും നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ട്രേഡിംഗ് പൂർണ്ണമായി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ട്രേഡിംഗ് നിങ്ങളുടെ സ്വന്തം ക്യാഷ് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റാണ് ഓപ്പൺ ആയി വരിക. ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. ശേഷം നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ, അതിൻ്റെ OTP, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ സൈനപ്പ് ചെയ്യാം. ഇനി സൈനപ്പ് ചെയ്യാൻ 2 ഓപ്ഷൻ വേറെയുണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇമെയിൽ ID ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ്. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇൻ്റർഫേസ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് താഴെ സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതിൻ്റെ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് സൈൻ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. നമുക്ക് ഇല്ല എന്ന് തന്നെ കൊടുത്ത് മുന്നോട്ട് പോവാം. മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽസുകളെല്ലാം കാണാൻ കഴിയും. നമുക്ക് ജസ്റ്റ് ഒന്ന് പിറകിലോട്ട് വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ബോണസ് പോയിന്റുകളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്കിവിടെ താഴെ ഒട്ടനവധി ഓപ്ഷൻസുകളുണ്ട്. നീ എന്ന് പറയുന്ന നമ്മുടെ അക്കൗണ്ടിലോട്ട് തിരിച്ചു വരാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കൂപ്പൺസുകളും മറ്റു കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ എത്രയാണ് പോയിന്റ് സ്കോർ എന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് $5 ഒരു കൂപ്പൺ കോഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 5000 പോയിന്റ്സ് ആണ് അതിന് ലഭ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് നമ്മുടെ ട്രേഡ് ഹിസ്റ്ററിയും ഡെപ്പോസിറ്റ്, അതോടൊപ്പം തന്നെ വിഡ്രോവൽ, അതിൻ്റെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇനി നിങ്ങളുടെ കൂട്ടുകാരെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് 2 പേർക്ക് $5 കൂപ്പൺ കോഡ് ലഭിക്കുന്നതാണ്. ഇനി നമുക്കിവിടെ ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോവാം. നിങ്ങൾക്ക് ഇവിടെ 2 അക്കൗണ്ടുകളാണ് കാണാൻ കഴിയുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രേഡിംഗ് അറിയാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്ത് പഠിക്കാം എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനായിട്ട് നമ്മളുടെ ഡെമോ അക്കൗണ്ടിൽ $1000 ഇവിടെ ഒരു ബാലൻസ് നിർത്തി തന്നിട്ടുണ്ട്. ഈ ഒരു $1000 ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ട്രേഡ് ചെയ്ത് പഠിക്കാൻ കഴിയും. ട്രേഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ലൈവ് അക്കൗണ്ട് എന്ന് കാണാൻ കഴിയും. നമ്മൾ
ട്രേഡ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞ് നമ്മൾക്ക് ട്രേഡ് ചെയ്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് നിങ്ങൾക്ക് ബോധ്യമായ സമയത്ത് ആ ഒരു സമയത്ത് മാത്രം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം $2 ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയുക. ഏകദേശം 150 രൂപ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം പേടിഎമ്മോ ഗൂഗിൾ പേയോ ഫോൺ പേയോ UPI നെറ്റ് ബാങ്കിങ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിലോട്ട് പേയ്മെൻറ്റ് ആഡ് ചെയ്യാൻ കഴിയും. നമുക്കിനി പിറകിലോട്ട് വരാം. ഇനി നമുക്കിവിടെ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒട്ടനവധി ഓപ്ഷൻസുകൾ കാണാൻ കഴിയുന്നുണ്ട്. വാച്ച് ലിസ്റ്റ്. ഈ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പല ബിറ്റ് കോയിൻ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇതെല്ലാം നമുക്കിവിടെ ഫേവറേറ്റിൽ കൊടുത്തിടാൻ കഴിയും. ഇനി ഇവിടെ ഒട്ടനവധി ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ കഴിയും. നമ്മൾക്കിവിടെ പരിചയമുള്ള ക്രിപ്റ്റോ അതുപോലെ തന്നെ സ്റ്റോക്ക് ഇത് രണ്ടുമാണ് നമ്മളിവിടെ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ക്രിപ്റ്റോൻ്റെ ഓപ്ഷനിൽ എത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോയിൽ ഇവിടെ നിങ്ങൾക്ക് ബിറ്റ് കോയിന് എതേറിയം അങ്ങനെ തുടങ്ങി ഒട്ടനവധി ക്രിപ്റ്റോയുടെ ഡീറ്റെയിൽസുകൾ കാണാൻ കഴിയും. ഇതിന് നേരെയായിട്ട് ഇതിൻ്റെ വിലയും ഒരു ചുവപ്പ് കളറിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ചുവപ്പ് കളറിൽ കാണുന്ന എല്ലാ ക്രിപ്റ്റോൻ്റെയും വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ശതമാനമാണ് കുറയുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ താഴെ കാണാൻ കഴിയും. ഇവിടെ ആകെ ഒരു ക്രിപ്റ്റോ മാത്രമാണ് ഇപ്പോൾ പ്രോഫിറ്റിൽ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ക്രിപ്റ്റോ വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മാറി മറിയുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എത്ര റേറ്റിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ 121.51 അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിലാണോ വേണ്ടത് ആ റേറ്റിൽ നമുക്കിവിടെ എടുക്കാം. അതിനായിട്ട് ഇവിടെ ബൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡോളറിനാണ് നിങ്ങൾ വാങ്ങുന്നത് അതിവിടെ ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു $100 വാങ്ങുകയാണ്. ശേഷം ഇവിടെ പ്ലേസ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പ്ലേസ് ആയിട്ടില്ല. അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിലോട്ട് വരാം. ട്രേഡിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ലൈവ് അക്കൗണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ ലൈവ് അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് ഇല്ല, നമ്മൾ ഡെമോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെമോ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റിലോട്ട് വന്നിട്ട് നമുക്കത് ബൈ ചെയ്യാം. ഇപ്പോൾ $130 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മാറുകയാണ്. നമ്മൾ പ്ലേസ് ഓർഡർ കൊടുത്തു. അപ്പോൾ നമ്മളത് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രേഡിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും മാർക്കറ്റിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ബിറ്റ് കോയിന് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ബിറ്റ് കോയിന് നമ്മളൊരു $500 പർച്ചേസ് ചെയ്തു. പ്ലേസ് ഓർഡർ കൊടുത്തു. അപ്പോൾ ഇത്രയും നമ്മൾ പർച്ചേസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നമ്മളിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആണോ എന്ന് ആദ്യം നോക്കണം. ഇപ്പം നിലവിൽ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. അതിൻ്റെ സൈഡിലായിട്ട് ക്ലോസ്ഡ് എന്ന് കാണാൻ കഴിയും. ഇതും ഇതേപോലെ തന്നെ നമുക്കറിയാവുന്ന ഒട്ടനവധി കമ്പനികളുണ്ട്. ആപ്പിൾ ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, അതോടൊപ്പം തന്നെ മക്ഡൊണാൾഡ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, അങ്ങനെ നമുക്കറിയാവുന്ന കമ്പനികളുണ്ട്. പക്ഷേ ഇത് നമ്മളിവിടെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇവിടെ ബൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഓഹരിയാണോ വേണ്ടത് ആ ഓഹരി നമുക്കിവിടെ പ്ലേസ് ഓർഡർ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പ്ലേസ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇപ്പോൾ നോൺ ട്രേഡിംഗ് ഹവേഴ്സ് ആണ്, സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് ഇപ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കുമോ, എത്രയാണ് നമ്മുടെ ലോസ്റ്റ്, എത്രയാണ് നമ്മുടെ നഷ്ടം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനായിട്ട് എപ്പോഴും മാർക്കറ്റിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര ശതമാനമാണ് നമുക്കിപ്പോൾ പ്രോഫിറ്റ് ഉള്ളത് എന്നും ലോസ് ഉള്ളതെന്നും ഇവിടെ കാണാൻ കഴിയും. നമുക്കിപ്പോൾ ഈ ഒരു ബിറ്റ് കോയിന് ഇവിടുന്ന് സെയിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 23 അല്ലെങ്കിൽ $24 നഷ്ടത്തിലാണ് നമുക്കിത് വിൽക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വാങ്ങിയ ക്രിപ്റ്റോ ആണ് എന്നുണ്ടെങ്കിൽ $1 അല്ലെങ്കിൽ $2.15 കണ്ടോ സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ ഒരു മാർജിൻ ഇവിടെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സമയം മോണിറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ ഇവിടെ ഗ്രീൻ സിഗ്നലിലോട്ട് മാറുന്നത് അപ്പോൾ നമുക്ക് പ്രോഫിറ്റിൽ സെയിൽ ചെയ്യാൻ കഴിയും. നമുക്കിനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിറ്റ് കോയിൻ്റെ റേറ്റ് ഇവിടെ കൂടി വരുന്നുണ്ട്. നമ്മുടെ പ്രോഫിറ്റ് $44 കഴിഞ്ഞു, വീണ്ടും 37 അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റേറ്റിന് വിൽക്കാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് മതിയെങ്കിൽ നിങ്ങൾക്കിവിടെ ക്ലോസ് കൊടുക്കാം. സബ്മിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു കൺക്ലൂഷനൊക്കെ ഇവരുടെ സൈഡിൽ തന്നിട്ടുണ്ട്. ഇതൊന്നും നോക്കണ്ട, നമ്മൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രോഫിറ്റ് കണ്ടോ ഇവിടെ $57 വീണ്ടും ഇവിടെ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്.
ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മാർക്കറ്റിൽ പോയിട്ട് അടുത്ത ഒരു കോയിന് വാങ്ങാം. വേണമെങ്കിൽ വീണ്ടും നമുക്ക് ബിറ്റ് കോയിൻ തന്നെ വാങ്ങാം. ബൈ ചെയ്യാൻ പോവുകയാണ്. നമ്മളിനി $500 ഒരിക്കൽ കൂടി പ്ലേസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ നഷ്ടം വീണ്ടും $41. ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് $51 നഷ്ടത്തിലാണ് പോകുന്നത്. അത് നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് മുകളിലായിട്ട് നമ്മളുടെ പ്രോഫിറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, നമ്മളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, നമ്മൾ എത്ര ഉപയോഗിച്ച് കഴിഞ്ഞു, എത്രയായിരുന്നു നമ്മളെ മാർജിൻ ലെവൽ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ റെഡ് കളർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിനി ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ട്രേഡ് ഹിസ്റ്ററി എന്ന് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ വാങ്ങിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ സെൽ ചെയ്തിരിക്കുന്നതുമായ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ വാങ്ങിയിട്ട് സെൽ ചെയ്ത ഒന്ന് മാത്രമേ ഉള്ളൂ. ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും നമ്മളുടെ എൻട്രി പ്രൈസ്, അതായത് നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിയിരിക്കുന്നത് ഉള്ള പ്രൈസും നമ്മൾ സെൽ ചെയ്തിരിക്കുന്ന പ്രൈസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ചെറിയൊരു മാർജിൻ മാത്രം. അതോടൊപ്പം തന്നെ ചെറിയ സെക്കൻഡുകൾക്കുള്ളിലാണ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത്. അവരുടെ കമ്മീഷൻ $1 മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് $0.01 ആണ്. ടോട്ടൽ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് $59 ആണ് ഇത്രയും സെക്കൻഡുകൾക്കുള്ളിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് ട്രേഡിംഗ് ഒക്കെ പഠിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കും ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയിരിക്കുന്ന ഒരു ക്രിപ്റ്റോൻ്റെ പ്രോഫിറ്റ് ചെറിയ രീതിയിലൊന്ന് അപ്ഡേറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് സെയിൽ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് അത്യാവശ്യം $1 ഒക്കെ പ്രോഫിറ്റ് ആവുന്നത് വരെ നമുക്കിവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനും കഴിയും. എന്തായാലും പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ ട്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. സൈനിങ് ഔട്ട്, കീറൂസ്.